അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നിങ്ങളുടെ മജ്ലിസിലൊക്കെ ബർക്കത്ത് വരികണേ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമസ്കാരം എന്ന് പറഞ്ഞത് നിങ്ങൾ നമസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹു സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നമുക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഇബാദത്ത് നമസ്കാരം ജീവിതത്തിൽ വലിയ ഖൈറുകൾ വന്നു ചേരാൻ ഒരു കാരണമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, ഈ പറയുന്ന ദിക്റിനെ ഒരാൾ ഈ എണ്ണത്തിൽ ചൊല്ലിയാൽ ഐശ്വര്യവും ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള ജീവിതമാർഗം ഉണ്ടാവുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ സ്വീകാര്യതയും യോഗ്യതയും ലഭിക്കുന്നതാണ്. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചവനെ, നീ ആരെ മുന്നിലും ഞങ്ങളെ നീ കൈനീട്ടാതെ ഈ ഭൂമിയിൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. അതിനുള്ള സമ്പത്തും അതിനുള്ള ആരോഗ്യവും അതിനുള്ള ആയുസ്സും നീ നൽകണേ അല്ലാ എന്നാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനെന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഈ ദിക്ർ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ദിക്റിനെ ഒരാൾ ഈ പറയാൻ പോകുന്ന എണ്ണത്തിൽ ചൊല്ലിയാൽ ഐശ്വര്യവും ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള ജീവിതമാർഗവും അവനുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ നല്ല സ്വീകാര്യതയും യോഗ്യതയും അവന് ലഭിക്കുന്നതാണ്. പക്ഷേ ഈ പറയുന്ന നേട്ടങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നമസ്കാരമുള്ളവരായി മാറണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാത്രമല്ല നമസ്കാരം അതിന്റെ മുറ പോലെ അതിൻ്റെതായ സമയത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യപ്പെടുകയാണ്. കണ്ടാ നിങ്ങൾ, ഒരുപാട് നിഅമത്ത് അല്ലാഹു നൽകപ്പെടുന്നു. നമസ്കാരം അതിന്റെ വഖത്തിൽ തന്നെ നമസ്കരിക്കുമ്പോൾ ചിലരൊക്കെ നമസ്കരിക്കുന്നത് ഒരുപാട് പിന്തിച്ചിട്ടാണ് നമസ്കരിക്കാറുള്ളത്. മുഅ്മിനീങ്ങളെ, നമസ്കാരം അതിന്റെ വഖത്തിൽ തന്നെ നമ്മൾ നമസ്കരിക്കണം. മുറ പോലെ ആ സമയത്ത് തന്നെ നമ്മൾ നമസ്കരിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് രണ്ട് മക്കളെയും കൈപിടിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് വരികയാണ്. വന്നിട്ട് അവിടെ പറയുകയാണ്, അല്ലയോ മഹദിയവറുകളെ, എന്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പണത്തിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ എന്റെ മക്കൾക്ക് രോഗമാണ്, സങ്കടമാണ്. അതുകൊണ്ട് ഒരു സമാധാനം വീട്ടിലില്ല. ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ അൽഹംദുലില്ലാ വളരെ സന്തോഷകരമാണ്, സമ്പത്തിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മുടെ മക്കളെല്ലാം രോഗികളാണ്. മന്നാനായ അല്ലാഹ്, ഞങ്ങളെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും എല്ലാം നീ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്ത്രീ പറയുകയാണ്, ഞങ്ങളുടെ മക്കൾക്ക് രോഗമാണ്, അതുകൊണ്ടൊരു സമാധാനവുമില്ല. മക്കൾക്ക് കൈകാൽ മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള വേദനകളാണ്. ഒരുപാട് മരുന്നുകൾ ചെയ്തു, ഒരുപാട് വൈദ്യന്മാരെ കണ്ടു, പക്ഷേ എന്റെ മക്കളുടെ രോഗം മാറുന്നില്ല. അവിടെ ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ മഹദിയവറുകളെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ സ്ത്രീ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ സ്ത്രീയോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോകൂ, എന്നിട്ട് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ വരാൻ പറഞ്ഞു. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ വ്യാഴാഴ്ച ദിവസം രണ്ട് മക്കളെയും കൂട്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയാണ്. എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരൂ മഹദിയവറുകളെ, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറാൻ എന്തെങ്കിലും പ്രതിവിധികൾ പറഞ്ഞു തരൂ മഹദിയവറുകൾ അവരോട് ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അവിടെ സത്യസന്ധമായി മറുപടി പറയുമോ? ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ലോകത്തിന്റെ നായകൻ നമ്മുടെ പ്രവാചകനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയോട് കളവ് പറയുകയോ ഒരിക്കലും അതില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും സത്യം മാത്രമേ ഞാൻ പറയൂ. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ചോദിച്ചു, നിന്റെ ളുഹർ നമസ്കാരവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ളുഹർ നമസ്കാരം നമ്മളെ സ്ത്രീകൾക്ക് പൊതുവെ പിന്തിക്കുന്ന ഒരു നിസ്കാരമാണ്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ആ സ്ത്രീയുടെ ആയിഷ ബീവി പറഞ്ഞു, കള്ളം പറയുക, സത്യം മാത്രമേ പറയാവൂ. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, വീട്ടിൽ ഉച്ചയാകുമ്പോൾ ഒതുക്കാനും പറക്കാനും അടുക്കള ജോലികളുമായി കുറെ കാണുമല്ലോ. അപ്പോൾ ളുഹർ നമസ്കാരം അല്പം പിന്തിച്ചാണ് നമസ്കരിക്കാറുള്ളത്. ഞാൻ നമസ്കരിക്കാറുള്ളത്. നമസ്കരിക്കും, പക്ഷേ അല്പം പിന്തിച്ച് നമസ്കരിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ പറഞ്ഞു, ളുഹർ നമസ്കാരം പിന്തിപ്പിക്കുന്ന ഒരു സമയം വന്നാൽ അല്ലാഹു നിന്റെ മക്കൾക്ക് രോഗം തന്ന് പരീക്ഷിക്കുമ്പോൾ ആയിഷ ബീവി
റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, ഇന്നു മുതൽ നീ നമസ്കാരം ബന്ധിപ്പിക്കാതെ കൃത്യസമയത്ത് തന്നെ നീ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പെണ്ണ് ആ ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് ആ പെണ്ണ് വീട്ടിൽ പോയി കൃത്യമായി നല്ലതുപോലെ നമസ്കരിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ളുഹർ നമസ്കാരം അതിന്റെ അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ 2 മക്കളെയും കൂട്ടി ആ പെണ്ണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, എന്റെ പൊന്നുമക്കളുടെ രോഗങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ അല്ലാഹു മാറ്റി തന്നു. ഇനി ഒറ്റ ളുഹർ പോലും ഞാൻ ബന്ധിപ്പിക്കുന്നതല്ല മഹദി അവറുകളെ എന്ന് ശ്രീ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ അതിന്റെ കൃത്യമായ സമയത്തിൽ നമസ്കരിച്ചുകൊണ്ട് മഹാന്മാരെ നമുക്ക് പറഞ്ഞു തന്ന അമലുകൾ അതിന്റെ കൃത്യമായ എണ്ണത്തിൽ സമയത്തിൽ നമ്മൾ ചെയ്താൽ പലവിധ സൗഭാഗ്യങ്ങളും നമുക്ക് നമ്മളിലേക്ക് കടന്നു വരികയും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം നമ്മൾ നീങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ്. അല്ലാഹുവേ, നമസ്കാരങ്ങൾ അതിന്റെ മുറ പോലെ നമസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇന്നത്തെ എന്റെ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കടന്നു വരാനും ബർക്കത്തുകൾ ഉണ്ടാവാനും ആരുടെ മുന്നിലും തലകുനിക്കാതെ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയുള്ള നല്ല ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നവരാണ്, ദിവസവും 40 പ്രാവശ്യം തുടർച്ചയായി 40 ദിവസം യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് എന്ന ഈ ഇസ്മിനെ ചൊല്ലിയാൽ അവന് ഐശ്വര്യവും യോഗ്യതയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും വന്നു ചേരുന്നതാണ്. മാത്രമല്ല, നീ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിന്നിലേക്ക് വന്നു ചേരുന്നതാണ്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾക്ക് വലിയ മഹത്വങ്ങളുണ്ട്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് ഈ ഇസ്മിനെ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞത് തന്നതുപോലെ ഒരാൾ ദിവസവും 40 പ്രാവശ്യം തുടർച്ചയായി 40 ദിവസവും 40 പ്രാവശ്യം തുടർച്ചയായി 40 ദിവസം യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് എന്നീ ഇസ്മിനെ ചൊല്ലി വന്നാൽ അല്ലാഹു സാമ്പത്തികമായ അല്ലാഹു ഉയർച്ചകൾ നൽകുന്ന സന്തോഷങ്ങൾ നിലനിർത്തുന്നതാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നത് നമുക്ക് കാണാം. ഒരാൾ 1000 പ്രാവശ്യം തുടർച്ചയായി 40 ദിവസം ചൊല്ലിയാൽ അഥവാ യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ് എന്ന 1000 പ്രാവശ്യം തുടർച്ചയായി 40 ദിവസം ചൊല്ലിയാൽ അവനിക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുന്നതാണ്. അപ്പോൾ 1000 പ്രാവശ്യം യാ അസീസ് യാ അല്ലാഹ് എന്ന് തുടർച്ചയായി 40 വട്ടം ചൊല്ലിയാൽ 40 പ്രാവശ്യം അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ ചൊല്ലിയാൽ അവർക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുന്നതാണ്. നിന്റെ പ്രയാസവും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു പരിഹരിച്ചു തരുന്നതാണ്. അത്രയ്ക്ക് പവർഫുള്ളായ ഒരു ഇസ്മാണ് യാ അസീസ് യാ അല്ലാഹ് എന്നുള്ള ഈ ഇസ്മ. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അത് മഹത്വമുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിന്റെ ഓരോ നാമത്തിന്റെയും മഹത്വങ്ങൾ പണ്ഡിതന്മാർ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മഹത്വങ്ങൾ, ആ നാമങ്ങൾ നമ്മൾ ചൊല്ലി ദുആ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. അപ്പോൾ 99 നാമങ്ങൾ നമ്മളത് കാണാതെ പഠിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന നമ്മൾ കാണാതെ പഠിച്ച് നിത്യം ചൊല്ലി വന്നാൽ അതിന്റെ പ്രതിഫലം എന്തെന്നറിയാമോ? അല്ലാഹു സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും അതിന്റെ പ്രതിഫലമല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ നമ്മൾ അമൽ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലവിധ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അങ്ങനെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങളൊന്ന് ചൊല്ലിയാൽ രോഗികളുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ ഇണകളെ കാത്തു നിൽക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലിയുന്നവരുണ്ട്, കടക്കാരുണ്ട്,
മക്കളില്ലാത്തവരുണ്ട്, ഗൾഫിൽ നിൽക്കുന്ന സഹോദരങ്ങളെ തന്നെ ജോലിയില്ലാത്തവരുണ്ട്, കച്ചവടക്കാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഈ അമലുകൾ ചെയ്താൽ അല്ലാഹു വലിയ വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദിനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ വലിഅശായിരിനാ വലിഖബായിലിനാ ولجيراننا ولمن أحب وأحسن إلينا ولمن له وقنا علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت أرحم الراحمين. يا الله يا പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുടെ രോഗങ്ങൾ ശിവയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുടെ ഭവനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ ഇണകളെ കാത്തിരിക്കുന്ന റബ്ബിയോലേക്കെല്ലാം സാലിഹീങ്ങളായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് പറയുന്ന എത്രയോ പേരുടെ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കെല്ലാം ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം ധാരാളം സമ്പത്ത് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹുവേ, കടങ്ങൾ വിടാനുള്ള വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, സാലിഹീങ്ങളായ മക്കൾ അവർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സർവ്വ അപകടങ്ങളെ തൊട്ടും ആപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് റബ്ബേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും വിജയങ്ങളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഭവനങ്ങളിൽ ബർക്കത്ത്, തന്ന ഭവനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുമ്മ ജമഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹറൂമാ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനാ الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعل عاقبتنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.